അസ്സലാമു അലൈക്കും. ഇന്ന് യൂസഫ് നബി അലൈഹി സ്വലാമയെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് യഅ്കൂബ് നബി അലൈഹി സ്വലാമയുടെ 12 മക്കളിൽ ഒരാളാണ് യൂസഫ് നബി അലൈഹി സ്വലാം. യൂസഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം സൂറത്ത് യൂസഫിലൂടെ നല്ല രീതിയിൽ തന്നെ വിശദമാക്കുന്നുണ്ട്. മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ അധ്യായത്തിൽ ഒരു പ്രവാചകൻ്റെ കഥ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് യൂസഫ് നബി അലൈഹി സ്വലാമയുടെ കാര്യത്തിലാണ്. ഏറ്റവും വിശേഷപ്പെട്ട കഥ എന്ന വിശേഷണത്തോടു കൂടിയാണ് ആ ചരിത്ര വിവരണം ആരംഭിക്കുന്നത് തന്നെ. ഇനി നമുക്ക് യൂസഫ് നബി അലൈഹി സ്വലാമയെക്കുറിച്ച് മനസ്സിലാക്കാം. യഅ്കൂബ് നബി അലൈഹി സ്വലാമയുടെ 12 മക്കളിൽ ആദ്യത്തെ 10 പേർ 3 ഭാര്യമാരിലായി ജനിച്ചവരായിരുന്നു. 4ാമത്തെ ഭാര്യയിലാണ് ഇളയ മക്കളായ യൂസഫും ബിന്യാമിനും ജനിച്ചത്. യൂസഫ് നബിയേക്കാൾ കുറേ വയസ്സിന് ഇളയതായിരുന്നു ബിന്യാമിൻ. അദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് മാതാവ് മരിച്ചുപോയി. അതിനാൽ യഅ്കൂബ് നബി അലൈഹി സ്വലാം ഈ 2 മക്കളെയും പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരോട് പ്രത്യേകം വാത്സല്യം കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, യൂസഫ് നബി അലൈഹി സ്വലാം തൻ്റെ ഇടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ലക്ഷണങ്ങൾ കാണപ്പെട്ടിരുന്നു. ഏറെ സുന്ദരനും സുമുഖനുമായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാം. യൂസഫ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പിതാവായ യഅ്കൂബ് നബി അലൈഹി സ്വലാമയോട് പറഞ്ഞ സന്ദർഭം: പ്രിയ പിതാവേ, ഞാനൊരു സ്വപ്നം കണ്ടു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്നെ പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടിയായി പിതാവ് പറഞ്ഞു: മകനെ, ഈ സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത്. അവർ നിനക്കെതിരിൽ ഗൂഢാലോചന നടത്തും. പിശാച് മനുഷ്യൻ്റെ തുറന്ന ശത്രുവാണല്ലോ. അതേ പ്രകാരം തന്നെ സംഭവിക്കും. നിന്റെ നാഥൻ നിന്നെ തിരഞ്ഞെടുക്കുകയും കാര്യങ്ങളുടെ സൂക്ഷ്മാവസ്ഥയും പരിണാമവും ഗ്രഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. ഈ സ്വപ്നവിവരം മറ്റു സഹോദരങ്ങളോട് പറയരുതെന്ന് പ്രത്യേകം യൂസഫ് നബി അലൈഹി സ്വലാമയെ ഉണർത്തി. 11 സഹോദരന്മാരും മാതാപിതാക്കളും ഒരിക്കൽ നിന്റെ കീഴിൽ വരുമെന്നായിരുന്നു സ്വപ്നസൂചന. സൂര്യൻ എന്നതുകൊണ്ട് വിവക്ഷ യഅ്കൂബ് നബി അലൈഹി സ്വലാം, അതായത് പിതാവായ യഅ്കൂബ് നബി അലൈഹി സ്വലാം. ചന്ദ്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോറ്റുമ്മ, അതായത് മാതാവ്. 11 നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷ സഹോദരന്മാരുമായിരുന്നു. സ്വപ്നവ്യാഖ്യാനജ്ഞാനമുണ്ടായിരുന്ന പിതാവിന് യൂസഫ് നബി അലൈഹി സ്വലാമയോട് പ്രത്യേക വാത്സല്യം കൂടി. തൻ്റെ മകനെയും അള്ളാഹു ദൂതനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വപ്നവിവരം രഹസ്യമായി വെക്കാൻ മകനെ ഉപദേശിച്ചു. പക്ഷേ യൂസഫ് നബി അലൈഹി സ്വലാം സഹോദരന്മാരോട് കാര്യം പറഞ്ഞുപോയി. ഇനിയും യൂസഫ് നബി അലൈഹി സ്വലാമയെ വെച്ചിരുന്നാൽ ഗതിമുട്ടുമെന്ന് തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ യൂസഫ് നബി അലൈഹി സ്വലാമയെ പിതാവിൽ നിന്ന് അകറ്റാൻ വഴി തേടി. അങ്ങനെ പിതാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് കളിക്കാനായി കാട്ടിലേക്ക് കൊണ്ടുപോയ യൂസഫ് നബി അലൈഹി സ്വലാമയെ അവർ ഒരു കിണറ്റിലെറിഞ്ഞു. അവരെ ചെന്നായ ഭക്ഷിച്ചു എന്ന് കള്ളവും പറഞ്ഞു പിതാവിനെ ബോധിപ്പിച്ചു. കിണറിലെ ഇരുട്ടിൽ പിതാവിനെ ഓർത്ത് കരഞ്ഞ യൂസഫ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തുണയായി. ഈജിപ്തിലേക്ക് അതുവഴി പോവുകയായിരുന്ന യാത്രാസംഘം വെള്ളമെടുക്കാൻ കിണറിനെ സമീപിച്ചതാണ് യൂസഫ് നബി അലൈഹി സ്വലാമയുടെ മോചനത്തിന് വഴിയായത്. കൗമാരത്തിലെത്തിയ സുമുഖനായ യൂസഫ് നബി അലൈഹി സ്വലാമയെ ഒരു പ്രഭു കച്ചവട സംഘത്തിൽ നിന്ന് വില കൊടുത്തു വാങ്ങി. പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വളരവെ വീണ്ടും പരീക്ഷണമെത്തി. പ്രഭുവിൻ്റെ ഭാര്യ സുന്ദരനായ യൂസഫ് നബി അലൈഹി സ്വലാമയിൽ അനുരക്തയായി. അദ്ദേഹത്തെ വശത്താക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും യൂസഫ് നബി അലൈഹി സ്വലാം അവർക്ക് വഴങ്ങിയില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാം തൻ്റെ യജമാനെ വഞ്ചിക്കാനും ഒരുക്കമല്ലായിരുന്നു. വാശിമൂത്ത യജമാനൻ്റെ ഭാര്യ ഒടുവിൽ യൂസഫ് നബി അലൈഹി സ്വലാമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു. എന്നാൽ യജമാനന് യൂസഫ് നബി അലൈഹി സ്വലാമയെ വിശ്വാസമായിരുന്നു. വാർത്ത പുറം ലോകമറിഞ്ഞതോടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നിരപരാധിയായ യൂസഫ് നബി അലൈഹി സ്വലാമയെ അദ്ദേഹം ജയിലിലടക്കേണ്ടി വന്നു. ജീവിത വിശുദ്ധി നിലനിർത്താൻ നല്ലത് തടവറയാണെന്ന് യൂസഫ് നബി അലൈഹി സ്വലാമയ്ക്കും മനസ്സിലായി. തടവറയിലും യൂസഫ് നബി അലൈഹി സ്വലാം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. സുന്ദരനും ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയുമായ യൂസഫ് നബി അലൈഹി സ്വലാമയുടെ ജയിൽവാസം ഏകദൈവ വിശ്വാസ പ്രബോധനത്തോടു കൂടി വിനിയോഗിച്ചു. പല ദേവന്മാരെയും പ്രതിഷ്ഠയായി ആചരിച്ചിരിക്കുന്നവരെ അദ്ദേഹം ഏകദൈവാരാധനയിലേക്ക് ക്ഷണിച്ചു. ഇതിനിടെ 2 സഹതടവുകാർക്ക് അവർ കണ്ട സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതൊരു വഴിത്തിരിവായി. സ്വപ്നവ്യാഖ്യാനം സത്യമായി പുലർന്ന സഹതടവുകാരികളിൽ ഒരാൾ അവിടുത്തെ രാജാവിൻ്റെ സേവകനായി മാറി. കാലം പിന്നെയും കടന്നുപോയി. രാജാവ് ഒരിക്കൽ ഒരു കിനാവ് കണ്ടു. 7 തടിച്ച പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ ഭക്ഷണമാക്കുന്നു. 7 പച്ചധാന്യക്കതിരുകൾ 7 ഉണങ്ങിയ കതിരുകളും. കിനാവിൻ്റെ പൊരുളറിയാൻ രാജാവ് സഭ ചേർന്നു.
സ്വപ്ന വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും സ്വപ്നത്തെ കാര്യമായി എടുത്തില്ല. അത് പേക്കിനാവാകാമെന്ന് പറഞ്ഞ് അവർ രാജാവിനെ സമാധാനിപ്പിച്ചു. രാജപരിചാരകൻ അപ്പോഴാണ് ജയിലിലെ സുഹൃത്തായിരുന്ന യൂസഫ് നബി അലൈഹി സ്വലാമയെ ഓർത്തെടുത്തത്. അയാൾ യൂസഫ് നബി അലൈഹി സ്വലാമയെ തേടിയെത്തി. സന്തോഷപൂർവ്വം അദ്ദേഹം വ്യാഖ്യാനം നൽകുകയും ചെയ്തു. രാജ്യത്ത് 7 വർഷം ക്ഷേമം കളിയാടും. തുടർന്നു വരുന്ന 7 വർഷം കടുത്ത ക്ഷാമവും നേരിടും. അതിനാൽ ക്ഷേമകാലത്തെ അധിക വിളവ് ക്ഷാമകാലത്തേക്ക് കരുതി വെക്കുക. സേവകൻ ഇക്കാര്യം രാജാവിനെ ഉണർത്തി. ആഹ്ലാദചിത്തനായ രാജാവ് യൂസഫ് നബി അലൈഹി സ്വലാമയെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ജയിൽ മുക്തനാക്കാനും ഉത്തരവിട്ടു. എന്നാൽ തനിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടാതെ ജയിൽ മോചിതനാവില്ലെന്ന് സത്യസന്ധനായ യൂസഫ് നബി അലൈഹി സ്വലാം ക്ഷണിച്ചു. രാജാവിന് അദ്ദേഹത്തിന് കൂടുതൽ മതിപ്പ് വന്നു. പ്രഭുവിനെയും ഭാര്യയെയും അവരുടെ കൂട്ടുകാരികളെയും വിചാരണ ചെയ്യാൻ രാജാവ് കൽപ്പിച്ചു. വിചാരണയിൽ പ്രഭു പത്നിയും കൂട്ടുകാരികളും തെറ്റ് സമ്മതിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാമയെ ജയിൽ മോചിതനാക്കുകയും ചെയ്തു. യൂസഫ് നബി അലൈഹി സ്വലാമയുടെ വ്യക്തിമഹാത്മ്യവും സത്യസന്ധതയും ജനങ്ങൾക്ക് ബോധ്യമായി. രാജാവ് യൂസഫ് നബി അലൈഹി സ്വലാമയ്ക്ക് ഉന്നത സ്ഥാനം നൽകി. യൂസഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലെ ഭരണാധികാരിയായി. രാജാവ് ഇസ്ലാം സ്വീകരിച്ചുവെന്നും യൂസഫ് നബി അലൈഹി സ്വലാമയുടെ പക്കൽ സർവ്വ അധികാരങ്ങളും വന്നു ചേർന്നുവെന്നും പറയപ്പെടുന്നു. യൂസഫ് നബി അലൈഹി സ്വലാമയുടെ ഭരണത്തിൽ രാജ്യം ഏറെ അഭിവൃദ്ധിപ്പെട്ടു. ഐശ്വര്യത്തിൻ്റെ 7 വർഷങ്ങൾ കഴിഞ്ഞ് ക്ഷാമത്തിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഭക്ഷണം അന്വേഷിച്ച് ഈജിപ്തിലേക്കൊഴുകി. ഈ സമയം യഅ്കൂബ് നബി അലൈഹി സ്വലാമയും താമസിച്ചിരുന്ന ഫലസ്തീനിലും കടുത്ത ക്ഷാമം നേരിട്ടു. അദ്ദേഹം തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങാൻ പറഞ്ഞയച്ചു. ധാന്യം അന്വേഷിച്ച് അവർ രാജാവായ യൂസഫ് നബി അലൈഹി സ്വലാമയുടെ അടുക്കലെത്തി. പക്ഷേ യൂസഫ് നബി അലൈഹി സ്വലാമയ്ക്ക് സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു. അവരാരും തന്നെ യൂസഫ് നബി അലൈഹി സ്വലാമയെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാം അവർക്കുള്ള ചരക്കുകൾ ഒരുക്കിക്കൊടുത്തു. പുറപ്പെടാറായപ്പോൾ യൂസഫ് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബാപ്പയൊത്ത ഒരു സഹോദരൻ നിങ്ങൾക്കുണ്ടല്ലോ, അവനെ നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ യഅ്കൂബ് നബി അലൈഹി സ്വലാമയും കുടുംബവും ഈജിപ്തിൽ വന്നെത്തുന്ന ദിവസം ഈജിപ്തുകാർക്ക് പൊതുവെ ഒരു ഉത്സവ പ്രതീതിയെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകിച്ചും യൂസഫ് നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരുണ്ടാവുകയില്ലെന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം മാതാപിതാക്കളെ അണച്ചുകൂട്ടി ആലിംഗനം ചെയ്തുകൊണ്ട് സസന്തോഷം സ്വാഗതം നൽകുകയും സമാധാനത്തിൻ്റെ മംഗളാശംസകൾ നൽകുകയും ചെയ്തു. സ്ഥാനപീഠത്തിന്മേൽ കയറ്റിയിരുത്തി മാതാപിതാക്കളെ ബഹുമാനിച്ചു. വന്നവരാകട്ടെ എല്ലാവരും അദ്ദേഹത്തിന് അന്നത്തെ ആചാരപ്രകാരം തല കുനിച്ച് ഉപചാരമർപ്പിക്കുകയും ചെയ്തു. മുമ്പ് താൻ കണ്ടിരുന്ന ആ സ്വപ്നത്തിൻ്റെ സൂര്യചന്ദ്രന്മാരും 11 നക്ഷത്രങ്ങളും തനിക്ക് സുജൂദ് ചെയ്തതായി സ്വപ്നം കണ്ടതിൻ്റെ വ്യാഖ്യാനം ഇവിടെ യാഥാർത്ഥ്യമായി പുലർന്നു കഴിഞ്ഞതും തനിക്കും ഇതിനു മുമ്പ് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ളതുമായ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. യൂസഫ് എന്ന സൂറത്തിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ യൂസഫിൻ്റെ മലയാള പരിഭാഷയിൽ തന്നെ ഈ മുഴുവൻ ചരിത്രവും വിവരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാര്യമാണ് യൂസഫ് നബി അലൈഹി സ്വലാമയെക്കുറിച്ച് പറയാനുള്ളത്. ആഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.